ഇസ്ലാമിൽ പെണ്ണിന്റെ സ്ഥാനം റോട്ടും ഇറങ്ങുന്ന സ്ഥാനമല്ല, പ്രകടനം നയിക്കുന്ന സ്ഥാനമല്ല. ഞാൻ ആ കാര്യത്തിൽ ഉറച്ച അഭിപ്രായക്കാരനാണ്. കാരണം അത് മുഹമ്മദീയ ശൈലിക്ക് വിരുദ്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ കഴിയുക, കുടുംബത്തിന്റെ വിളക്കാവുക, അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള രീതി. ഭരണാധികാരിയായിട്ട് കൊണ്ട് നിയോഗിക്കുന്നത് ഇന്നുണ്ടല്ലോ ഈ മുസ്ലിം ലോകത്തിന്റെ ശാപന്ത. പെണ്ണിനെ ഭരണാധികാരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതാണ് മാർഗരേഖ. എന്റെ ഭരണഘടന അതാണ്. വേറെ നാട്ടിൽ നടക്കണമെന്നല്ല ഞാൻ നോക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇതാ പറഞ്ഞതാണ്. റസൂൽ ഇതാ പറഞ്ഞിരിക്കുന്നു, ഈ വർഗത്തെ അധികാരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. റസൂൽ ശപിച്ചാൽ പിന്നെ എനിക്ക് 2 വട്ടം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിൽ പെണ്ണിന്റെ സ്ഥാനം റോട്ടും ഇറങ്ങുന്ന സ്ഥാനമല്ല, പ്രകടനം നയിക്കുന്ന സ്ഥാനമല്ല. ഞാൻ ആ കാര്യത്തിൽ ഉറച്ച അഭിപ്രായക്കാരനാണ്. കാരണം അത് മുഹമ്മദീയ ശൈലിക്ക് വിരുദ്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ കഴിയുക, കുടുംബത്തിന്റെ വിളക്കാവുക, അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള രീതി. ഭരണാധികാരിയായിട്ട് കൊണ്ട് നിയോഗിക്കുന്നത് ഇന്നുണ്ടല്ലോ ഈ മുസ്ലിം ലോകത്തിന്റെ ശാപന്ത. പെണ്ണിനെ ഭരണാധികാരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എനിക്കതാണ് മാർഗരേഖ. എന്റെ ഭരണഘടന അതാണ്. വേറെ നാട്ടിലല്ല ഞാൻ നോക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതാണ്? റസൂൽ എന്താ പറഞ്ഞിരിക്കുന്നു, ഈ വർഗത്തെ അധികാരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. റസൂൽ ശപിച്ചാൽ പിന്നെ 2 വട്ടം ചിന്തിക്കേണ്ട കാര്യം ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഈ കാര്യങ്ങൾ. ഇസ്ലാമിൽ പെണ്ണിന്റെ സ്ഥാനം റോട്ടും ഇറങ്ങുന്ന സ്ഥാനമല്ല, പ്രകടനം നയിക്കുന്ന സ്ഥാനമല്ല. ഞാൻ ആ കാര്യത്തിൽ ഉറച്ച അഭിപ്രായക്കാരനാണ്. കാരണം അത് മുഹമ്മദീയ ശൈലിക്ക് വിരുദ്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ കഴിയുക, കുടുംബത്തിന്റെ വിളക്കാവുക, അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള രീതി. ഭരണാധികാരിയായിട്ട് കൊണ്ട് നിയോഗിക്കുന്നത് ഇന്നുണ്ടല്ലോ ഈ മുസ്ലിം ലോകത്തിന്റെ ശാപന്ത. പെണ്ണിനെ ഭരണാധികാരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എനിക്കതാണ് മാർഗരേഖ. എന്റെ ഭരണഘടന അതാണ്. വേറെ നാട്ടിൽ നടക്കണമെന്നല്ല ഞാൻ നോക്കല്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതാണ്? റസൂൽ ഇതാ പറഞ്ഞിരിക്കുന്നു, ഈ വർഗത്തെ അധികാരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. റസൂൽ ശപിച്ചാൽ പിന്നെ എനിക്ക് 2 വട്ടം ചിന്തിക്കേണ്ട കാര്യം ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഈ വക കാര്യങ്ങൾ.